അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഇഫ്താർ വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും ബ്രദറിൻ്റെ വൈഫെല്ലാം കൂടിയിട്ട് നോമ്പ് തുറക്കാൻ വന്നിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ട് ഒരു വ്ളോഗാണ്. ഇന്ന് ഞാനൊരു 12 മണി ആ ടൈം ആകുമ്പോഴത്തേക്കാണ് പണി സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. കല്ലുമ്മക്കായെല്ലാം ക്ലീൻ ചെയ്തിട്ട് രാവിലെ ചിക്കനും ബീഫും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. ഉമ്മ വന്നാൽ പിന്നെ ഭയങ്കര തിരക്കാണ് ഉമ്മക്ക്. എല്ലാ പണിയും പെട്ടെന്ന് ചെയ്ത് വെക്കണം, അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഉമ്മ വന്നപാട് തന്നെ ബീഫ് കറി അവിടെ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലിടക്കായിട്ട് തേങ്ങ വറുത്ത് വെക്കുന്നുണ്ട്, കറിയിലേക്ക് വറുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് മുളകും മല്ലിയെല്ലാം വറുക്കുന്നുണ്ട്. ഞാനപ്പോഴത്തേക്ക് ചിക്കൻ എടുത്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗ്രീൻ ചില്ലി ക്രഷ് ചെയ്തത്, വെളുത്ത എള്ള്, മുട്ട, കോൺഫ്ലോർ, ഉപ്പ്, മുളക് പൊടി, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആങ്ങളുടെ വൈഫ് കല്ലുമ്മക്കായെല്ലാം നറുക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഉമ്മ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് വൈകുന്നേരം സ്നാക്കിന് കല്ലുമ്മക്കായും പിന്നെ ബാവബണ്ണും ക്യാരറ്റ് ബോളി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ബാവബണ്ണിൽ സാധാരണ ചില്ലി ചിക്കൻ്റെ ഫില്ലിങ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യൽ. ഇപ്രാവശ്യം ഒന്ന് മാറ്റിപ്പൊടിക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കനില്ലേ, ഫ്രൈഡ് ചിക്കൻ, അതിൻ്റെ പീസ് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടുള്ള ഒരു ഷവർമ ഫില്ലിങ് പോലെ ചെയ്തിട്ട് ഒരു ഫ്രൈഡ് ബണ്ണ് പോലെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, കുറച്ച് ബേക്കിംഗ് പൗഡർ, പാല്, കുറച്ചൊരു 1/2 ടേബിൾ സ്പൂൺ വിനാഗറും കൂടി ചേർത്തിട്ടുണ്ടായിന്, ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ പാലൊഴിച്ചാൽ നമ്മളെ ചിക്കനെല്ലാം നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ നല്ല കുക്കായിട്ട് കിട്ടും. അങ്ങനെ അത് ആക്കി വെച്ച് അപ്പോഴത്തേക്ക് ഇവിടുന്ന് ബ്രദറിൻ്റെ വൈഫ് ലൈം കലക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നന്നായിട്ട് തണുത്തിട്ട് നല്ല സെറ്റായി വരും എന്നാൽ വൈകുന്നേരത്തേക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഉമ്മാക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ ഉമ്മെല്ലാം ഫാസ്റ്റിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മളോടെല്ലാം വേ ചെയ്ത് വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ബാവബണ്ണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ കുഴക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റും പാലും കുറച്ച് ഷുഗറും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പിന്നെ ബാവബണ്ണിൻ്റെ മൈദ ഇപ്പോഴേ കുഴച്ച് വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി സെറ്റായിട്ട് വരും. 1-2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണം. അപ്പോൾ മൈദ ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തത്. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ചൊരു ടീസ്പൂൺ പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അവിടെ മാറ്റി വെച്ച ഈസ്റ്റും പാലും ഉള്ള മിശ്രിതമില്ലേ, അതൊഴിച്ചിട്ട് നന്നായിട്ട് പാലിൽ തന്നെയാണ് ഫുള്ളായിട്ട് കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് കുറച്ചൊന്ന് മേലയിൽ സൺഫ്ലവർ ഓയിൽ ഒന്ന് തടയി കൊടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ കല്ലുമ്മക്കായ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്യാരറ്റ് ബോള ഉണ്ടാക്കാം. അതിനായിട്ട് 2 വലിയ ക്യാരറ്റ് എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ ക്യാരറ്റും ഒരു 2 ടീസ്പൂൺ ഷുഗറും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. 4 എഗ്ഗ് എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അതിലേക്ക് ഏലക്കായും കുറച്ച് പാൽപ്പൊടിയും പഞ്ചസാരയും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ ഈ സോട്ട് ചെയ്ത് വെച്ച ക്യാരറ്റിൻ്റെ മിക്സ് അതെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പാൻ എടുത്തിട്ട് കായ്പോളയെല്ലാം ഉണ്ടാക്കുന്ന പാനില്ല, മുട്ടപ്പോള, കായ്പോള, ഇങ്ങനത്തെ പോളകളെല്ലാം ഉണ്ടാക്കുന്ന ചെറിയൊരു പാനുണ്ട്. ആ പാനിലേക്ക് നോൺ സ്റ്റിക്ക് പാന്, അതിലേക്ക് നമുക്കൊന്ന് എണ്ണ നെയ്തടയിട്ട് അതിലൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് സ്ട്രോബെറി ഷേക്കാണ് ഉണ്ടാക്കുന്നത്. അതിലിടക്കായിട്ട് രണ്ടാമത്തെ നെക്സ്റ്റ് നമുക്ക് ഷേക്ക് അടിച്ചു സാലഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫ്രൂട്ട്സും ഇതെല്ലാം കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഫ്രഷ് ക്രീം, മിൽക്ക് മെയ്ഡ്, കസ്കസ് എല്ലാം ചേർത്തിട്ട് നല്ല അടിപൊളി ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഡൗയുടെ മാവ് കുഴച്ച് വെച്ചാൽ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതെടുത്തിട്ടൊന്ന് പരത്തിയിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മളെന്തെങ്കിലും മൂടി അടപ്പുണ്ടാവില്ലേ, അത് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റൗണ്ടായിട്ട് പരത്തുന്നുണ്ടെങ്കിൽ അങ്ങനെ പരത്തിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കയ്യിൽ ഫോണും വെച്ചിട്ട് ഇതിങ്ങനെ പരത്തിയോണ്ട് തന്നെ ശരിയായിട്ടില്ല. രണ്ടാമത്തെ മുതൽ നേർക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ടൊന്ന് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക, സൺഫ്ലവർ ഓയിൽ എന്താ ഉള്ളത് തേച്ച് കൊടുത്തിട്ട് മടക്കിയിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കുക. ആവി പാത്രത്തിൽ വെച്ച് കൊടുക്കുക, ആവി കയറ്റിയെടുക്കുക.
പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, വേഗം വെന്ത് കിട്ടുന്നുണ്ട്, നല്ല പൊങ്ങി വന്നിട്ട് വേഗം തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ബ്രോസ്റ്റ് ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനുള്ള കോട്ടിങ് മൈദ, കോൺഫ്ലോർ, മുളക് പൊടി, ഉപ്പ് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് അതിലേക്ക് ചിക്കൻ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളെ ബാബൺ ദാഹട സെറ്റായിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. ഞാനിത് ഉണ്ടാക്കലുണ്ട്, അതിൽ ചില്ലി ചിക്കൻ്റെ ഫില്ലിങ്സ് വെച്ചിട്ടാണ് ചെയ്യൽ. ഇപ്രാവശ്യം നമുക്കൊന്ന് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രൈഡ് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മളെ ഫ്രൈഡ് ചിക്കൻ്റെ റോളില്ലേ, KFC നിന്നെല്ലാം വാങ്ങുന്ന ആ റോളിൻ്റെ ഏകദേശം ആ ഒരു ടേസ്റ്റെല്ലാം വന്നിട്ടുണ്ടായിന്. നല്ല ബണ്ണ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഒന്ന് കഴിച്ചാൽ തന്നെ നന്നായിട്ട് വയറെല്ലാം ഫില്ലാകുന്നുണ്ട്. വീട്ടിൽ നിന്ന് എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ക്യാരറ്റ്, ക്യാബേജ്, കുക്കുംബർ ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ച സാധനങ്ങളെല്ലാം വെച്ച് കെച്ചപ്പും മയണൈസും നമ്മൾ ചിക്കനും വെച്ചിട്ട് ഒന്നുകൂടി മേലയിൽ കുറച്ച് മയണൈസ് വെച്ച് കൊടുത്താൽ നമ്മളെ സംഭവം സെറ്റായിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ആക്കിയെടുക്കാം. അതിൻ്റെ ഇടയ്ക്കാഴ്ച പോയിട്ട് ഒറോട്ടിയും കല്ലുമ്മക്കായെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിന്. കല്ലുമ്മക്കായ ഫ്രൈ ചെയ്ത് ഒറോട്ടിയും ചുട്ട്, പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് നമ്മളെല്ലാം ടേബിളെല്ലാം സെറ്റാക്കി അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് നോമ്പ് മുറിച്ചിട്ടുണ്ട്. നോമ്പ് മുറിയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പള്ളിയിലെല്ലാം പോയി നിസ്കരിച്ച് വന്ന് പിന്നെ തറാവിക്ക് പോകാനാകുമ്പോഴത്തേക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയത് നെയ്ച്ചോറും ഒറോട്ടിയും ബീഫ് കറി, ചിക്കൻ ഫ്രൈയും, പിന്നെ കഞ്ഞി നോമ്പ് 30 മസ്റ്റാണ്. ഫെസിൽക്കാർക്ക് കഞ്ഞി തന്നെ വേണം. നേരിയറിൻ്റെ കഞ്ഞിയിൽ തേങ്ങാപ്പാലും ഏലക്കായെല്ലാം ചേർത്തിട്ടുള്ളതാണ്. അങ്ങനെ നോമ്പെല്ലാം തുറന്ന് റാഹത്തായിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും, ബായ്.